അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം, അതിൽ 11-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകം മുതൽ 34-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ഇന്ദുരുവാച ക്രോധാത്തേ തുസ്ദുരാരാധ്യാ ബ്രാഹ്മണാ ക്രോധവർജിതാ പൂജാർഹാ ധർമ്മശാസ്ത്രജ്ഞോ വർജനീയാസ്തതോന്യഥാ ആഗമിഷ്യതി സാ കാമം ഗൃഹം തേ വരവർണിനി അത്രൈവ സംസ്ഥിതാ ബാലാ കാതേ ഹാനിരിഹാനഘാ ഇച്ഛയാ സംസ്ഥിതാ ചാത്രാ സുഖകാമാർത്ഥിനീ ഹി സാ ദിനാനി കതിചിൽ സ്ഥിത്വാ സ്വേച്ഛയാ ചാഗമിഷ്യതി ത്വയൈഘോദാഹൃതം പൂർവം ധർമ്മശാസ്ത്രമതം തഥാ ന സ്ത്രീ ദുഷ്യതി ജാരേണ ന വിപ്രോദ്വേദകർമ്മണ ഇത്യുക്ത ശശിനാ തത്ര ഗുരുരത്യന്തദുഃഖിത ജഗാമ സ്വഗൃഹം തൂർണം ചിന്താവിഷ്ടസ്മരാതുര ദിനാനി കതിചിത് തത്ര സ്ഥിത്വാ ചിന്താതുരോ ഗുരു യയാവധ ഗൃഹം തസ്യ ത്വരിതശ്ചോഷധീപതേ സ്ഥിതക്ഷത്ര നിഷിദ്ധോസൗ ദ്വാരദേശേ രുഷാന്വിത നാജഗാമ ശശി തത്ര ചുകോപാതി ബൃഹസ്പതി അയം മേ ശിഷ്യതാം യാതോ ഗുരുപത്നിം തു മാതരം ജഗ്രാഹ ബലതോ അധർമ്മി ശിക്ഷണീയോ മയാധുനാ ഉവാച വാചം കോപാത്തു ദ്വാരദേശസ്ഥിതോ ബഹി കിം ശേഷേ ഭവനേ മന്ദ പാപാചാര സുരാധമ
ദേഹി മേ കാമിനീം ശീഘ്രം നോ ചേച്ഛാപം ദദാമ്യഹം കരോമി ഭസ്മസാന്നൂനം ന ദദാസി പ്രിയാം മമ. സൂത ഉവാച ക്രൂരാണി ചൈവ മാദീനി ഭാഷണാനി ബൃഹസ്പതേ. ശ്രുത്വാ ദ്വിജപതി ശീഘ്രം നിർഗത സദനാദ്ബഹിഃ. തമുവാച ഹസൻ സോമ കിമിദം ബഹുഭാഷസേ. നതേ യോഗ്യാസിതാപാംഗീ സർവലക്ഷണസംയുതാ. കുരൂപാം ച സ്വസദൃശീം ഗൃഹാണാന്യാം സ്ത്രിയം ദ്വിജാ. ഭിക്ഷുകസ്യ ഗൃഹേ യോഗ്യ നേദൃശീ വരവർണിനി. രതി സ്വസദൃശേ കാന്തേ നാര്യാ കില നിഗദ്യത്തെ. ത്വം ന ജാനാസി മന്ദാത്മൻ കാമശാസ്ത്രവിനിർണയം. യഥേഷ്ടം ഗച്ഛ ദുർബുദ്ധേ നാഹം ദാസ്യാമി കാമിനിം. യച്ഛക്യം കുരു തത്കാമം ന ദേയാവരവർണിനി. കാമാർത്തസ്യ ച തേ ശാപോ ന മാം ബാധിതുമർഹതി. നാഹം ദദേ ഗുരോ കാന്താം യഥേച്ഛസി തഥാ കുരു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം, അതിൽ 11-ാമത്തെ അധ്യായം 19 മുതൽ 34 കൂടിയുള്ള ശ്ലോകങ്ങളുടെ തർജ്ജമ, ഭാഷാഗാനം വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ നതോന്നത വൃത്തത്തിൽ പാടി സമർപ്പിക്കുകയാണ്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ക്രോധമുള്ള ബ്രാഹ്മണരോ പൂജയ്ക്കൊട്ടും അർഹരല്ല. കോപിക്കില്ല ധർമ്മശാസ്ത്രമറിയും വിപ്രൻ. അവരെ വന്ദിച്ചിടണം, ബ്രഹ്മജ്ഞന്മാരാണു അവർ. അല്ലാത്തോരെ തീർച്ചയായും വർജിച്ചിടണം. സുന്ദരിയാമിവൾ തവ ഭവനത്തിലേക്കു വരും. സ്വൽപ്പകാലം ഇവിടെ നിന്നാലെന്തു ചേതം. സുഖകാമമോഹിയായി തന്നിഷ്ടത്താൽ നിൽക്കുമിവൾ. അല്പകാലം കഴിഞ്ഞാലോ തിരിച്ചു വരും. ചാരസംസർഗത്തിനാലെ സ്ത്രീജനങ്ങൾ ദൂഷിക്കില്ല. വേദകർമ്മങ്ങളിൽ കൂടെ ബ്രാഹ്മണന്മാരും. മഹാഗുരു ബൃഹസ്പതി അങ്ങു തന്നെ ഇക്കാര്യങ്ങൾ ധർമ്മശാസ്ത്രമതമായി പറഞ്ഞിട്ടുണ്ട്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇന്ദുവാണി കേട്ട നേരം ദേവഗുരു ചിന്ത ചെയ്തു. ഇക്കാര്യത്തിൽ അത്യധികം ദുഃഖിതനായി. സ്മരണാലെ പീഡിതനായി മാറിയല്ലോ ബൃഹസ്പതി. സ്മരണകളോടെ ഗൃഹത്തിലേക്കു പോയി. ഏറെ കാലം ഗൃഹം തന്നിൽ കഴിഞ്ഞൊരാ ബൃഹസ്പതി എത്തി വീണ്ടും ഓഷധിപതി തൻ മുന്നിലായി. കാവൽക്കാരു തടഞ്ഞപ്പോൾ ദേവഗുരു കോപിഷ്ഠനായി. ചന്ദ്രൻ വരാതിരുന്നപ്പോൾ കോപം ജ്വലിച്ചു. മമ ശിഷ്യനായ ചന്ദ്രൻ മാതൃതുല്യയായിടുന്ന ഗുരുപത്നിയെ ബലമായി അപഹരിച്ചു.
ഇത്തരം അധർമ്മം ചെയ്യും ഇവനെ ശിക്ഷിച്ചിടണം, ഇവനിപ്പോൾ നൽകിയിടണം വേണ്ടതാം ശിക്ഷ. പുറത്തായി നിന്നു ഗുരു ഉറക്കെ വിളിച്ചു ചൊല്ലി, പാപിഷ്ഠനാം സുരാധമ പുറത്തുവാടാ. അറിയുക വേഗമെന്റെ പ്രിയപത്നിയെ നൽകണം, അല്ലെങ്കിലോ നിന്നെ ഞാനും ശപിക്കും നൂനം. അവളെ നീ തന്നില്ലെങ്കിൽ തീർച്ചയായും നിന്നെ ഞാനും അഗ്നിയാലെ ജ്വലിപ്പിച്ചു ഭസ്മമാക്കിയിടും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവഗുരു തന്റെ ക്രൂര വാണികളെ കേട്ട നേരം ദേവനായ ചന്ദ്രൻ മെല്ലെ പുറത്തു വന്നു. ഇന്ദുദേവൻ പുഞ്ചിരിച്ചു ഗുരുവിനോടായി ചൊല്ലി, ഇത്തരം വാക്കുകളൊന്നും പ്രസക്തമല്ല. സർവവിധ ലക്ഷണവും ചേർന്നതാകും ഈ സുന്ദരി, സത്യമായും അങ്ങേക്കൊട്ടും ചേർന്നവളല്ല. വിപ്രോത്തമനായ ഭവാൻ അങ്ങേക്കു സദൃശയായ വിരൂപിണിയായ സ്ത്രീയെ സ്വീകരിക്കുക. വിശേഷേണ രൂപഭംഗി നിറഞ്ഞതാം താരാദേവി യാചകന്റെ ഗൃഹത്തിനു ചേർന്നവളല്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നാരിക്കെന്നും രതിഭാവം ഉണരുക സദൃശനാം നരനിലാണെന്നു ശാസ്ത്രം പറഞ്ഞിടുന്നു. മന്ദനായ അങ്ങയ്ക്കൊട്ടും അറിയില്ല കാമൻ തന്റെ മന്മഥശാസ്ത്രത്തിൻ വഴി എന്നതും സത്യം. കുബുദ്ധേ നീ ഇഷ്ടം പോലെ പോയിടുക, എന്തായാലും കാമിനിയാമിവളെ ഞാൻ തരുകയില്ല. എന്തു തന്നെ നീ എന്നോടും ചെയ്തിടിലും പ്രശ്നമില്ല, ചന്തമേറും ഇവളെ ഞാൻ വിട്ടുതരില്ല. കാമാർത്തനാം തവ ശാപം എന്നെ ബാധിക്കുകയില്ല, കാമിനിയെ ഞാൻ തരില്ല എന്തു വന്നാലും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി ആരംഭിച്ചിട്ട് ഇന്നേക്ക് 65-ാമത്തെ
ദിവസം ഇവിടെ പ്രഥമസ്കന്ധത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകം മുതൽ 34-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പാരായണ ഭാഷാഗാന സമർപ്പണങ്ങളിലൂടെ അമ്മയുടെ പാദത്തിൽ ചേർത്തത്. ഇന്ന് അതിൻ്റെ പ്രഭാഷണം അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ് നമ്മൾ, അല്ലെങ്കിൽ ശ്രമിക്കുകയാണ്. ഇവിടെ ബൃഹസ്പതിയുടെ പത്നിയായ താരയെ ചന്ദ്രൻ അപഹരിച്ചു കൊണ്ടുപോയി എന്നും ആ ചന്ദ്രൻ്റെ അടുത്ത് തൻ്റെ ഭാര്യയെ അന്വേഷിച്ചു ചെന്ന ക്രോധാവേശിതനായിരിക്കുന്ന ബൃഹസ്പതിയുടെ അടുത്ത്, ദേവഗുരുവിൻ്റെ അടുത്ത് ചന്ദ്രൻ പറയാനായിട്ട് ആരംഭിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. എന്താണ് ചന്ദ്രൻ പറഞ്ഞത്? ക്രോധാത്തേതു ദുരാരാധ്യ ബ്രാഹ്മണ ക്രോധവർജിതാഹ പൂജാർഹ ധർമ്മശാസ്ത്രജ്ഞ വർജനീയാസ്തോന്യഥ. ക്രോധമുള്ള ബ്രാഹ്മണൻ പൂജയ്ക്ക് അർഹരല്ല. ധർമ്മശാസ്ത്രം അറിയുന്ന ആളുകളാണ് ബ്രാഹ്മണര്. അപ്പൊ ക്രോധമില്ലാത്തവര് അവര് പൂജാർഹരാണ് താനും. അങ്ങനെയല്ലാത്ത ആളുകളെ തീർച്ചയായും വർജനീയാസ്തോന്യഥ, അങ്ങനെയല്ലാത്ത ആളുകളെ വർജിക്കണം, അവരെ നിരാകരിക്കണം. ആഗമിഷ്യതി സാ കാമം ഗൃഹം തേ വരവർണിനി അത്രൈവ സംസ്ഥിത ബാല കാതേ ഹാനിരിഹാനഘ. വരവർണിനിയായ സുന്ദരിയായ ഇവൾ, ഈ താര അങ്ങയുടെ ഭവനത്തിലേക്ക് ആഗമിഷ്യതി വന്നു ചേരും. ഇപ്പോഴല്ല, കുറച്ചു കഴിഞ്ഞാൽ. ഇവിടെ നിന്നാൽ അത്രൈവ സംസ്ഥിത ബാല കാതേ ഹാനിരിഹാനഘ. ഇവിടെ ആ താര ഇവിടെ നിന്നാൽ, ഹേ പുണ്യാത്മാവേ അനഘ, അങ്ങയ്ക്ക് എന്താണ് ദോഷം സംഭവിക്കുന്നത്? അങ്ങയ്ക്ക് എന്താണ് ന്യൂനത? നന്നായി അല്ലേ ചന്ദ്ര പറയുന്നത്? ഭർത്താവിൻ്റെ അടുത്ത് പറയാണ്, ഭാര്യ കുറച്ചു കാലം എൻ്റെ അടുത്ത് നിൽക്കട്ടെ എന്ന്. ആലോചിച്ചു നോക്കൂ. എന്നിട്ട് പറയുകയാണ്, ഇച്ഛയാ സംസ്ഥിതാ ചാത്ര സുഖകാമാർത്ഥിനീഹിസ. സുഖവും കാമവും ആഗ്രഹിച്ചും കൊണ്ട് അവൾ ഇച്ഛയാ സംസ്ഥിതാ ചാത്ര, സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവിടെ കഴിയുന്നത്. ദിനാനി കരുതിച്ചിൽ സ്ഥിത്വ, കുറച്ചു കാലം ഇവിടെ നിന്നിട്ട് താമസിച്ചിട്ട് സ്വേച്ഛയാ ചാഗമിഷ്യതി, തിരിച്ചങ്ങോട്ട് വരും അവളുടെ ആഗ്രഹം പോലെ. അവളുടെ ആഗ്രഹം കൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്നത്. ഇതേപോലെ തിരിച്ച് അങ്ങയുടെ അടുത്തേക്കും വരും. ത്വയൈഘോദാഹൃതം പൂർവം ധർമ്മശാസ്ത്രമതം തഥ. ഇവിടെ ബൃഹസ്പതി ഒരു വിശേഷമായിട്ടുള്ളൊരു കാര്യം ധർമ്മശാസ്ത്രത്തിൽ തൻ്റെ അഭിപ്രായമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ന സ്ത്രീ ദുഷ്യതി ജാരേണ. ഒരു സ്ത്രീയും ജാരസംസർഗം കൊണ്ട് ദുഷിക്കില്ല. അതേപോലെ ന വിപ്രോ വേദകർമ്മണ. വേദങ്ങൾ, അപ്പോ ആ വേദാധ്യയനം അല്ലെങ്കിൽ വേദകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ബ്രാഹ്മണനും ജാരസംസർഗം കൊണ്ട് സ്ത്രീയും ദുഷിക്കുകയില്ല. ബൃഹസ്പതി അങ്ങ് തന്നെ മുമ്പ് പറഞ്ഞതാണ് ഇത്. എന്നിട്ടോ ഇത്യുക്ത ശശിനാ തത്ര ഗുരുരത്യന്ത ദുഃഖിത. ശശി ആ ചന്ദ്രന്റെ വാക്ക് കേട്ടപ്പോ സത്യത്തിൽ ഗുരു വല്ലാതെ ദുഃഖിച്ചുപോയി. ജഗാമ സ്വഗൃഹം തൂർണം ചിന്താവിഷ്ടസ്മരാതുര. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, മുമ്പ് പറഞ്ഞതാണിപ്പോ അല്ലേ? മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ വീണ്ടും പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു അല്ലേ? രാഷ്ട്രീയക്കാരൊക്കെ പതിവുണ്ട്, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും എൻ്റെ അഭിപ്രായമല്ല ഇത് എന്നൊക്കെ പറയുന്നത് പോലെ ആയിത്തീർന്നു നമ്മുടെ ബൃഹസ്പതിയും. അദ്ദേഹം വല്ലാതെ സ്മരപീഡിതനായി, കാമദേവനാൽ പീഡിപ്പിക്കപ്പെട്ട അദ്ദേഹം ദേവഗുരു തൻ്റെ ജഗാമസ്വഗൃഹം, തൻ്റെ ഗൃഹത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ദിനാനി കതിചിത് തത്ര സ്ഥിത്വാ ചിന്താതുരോ ഗുരു. കുറച്ചു കാലം തൻ്റെ ഗൃഹത്തിൽ ഇങ്ങനെ ആലോചിച്ച് ചിന്താകുലനായി കഴിഞ്ഞ അദ്ദേഹം യയാവധ ഗൃഹം തസ്യ ത്വരിതശ്ചോഷധീപതേ. വീണ്ടും ഓഷധീപതിയായിരിക്കുന്ന ചന്ദ്രന്റെ ഗൃഹത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി പോയി. എന്നാൽ അവിടെ എത്തിയപ്പോഴോ സ്ഥിത ക്ഷത്ര നിഷിദ്ധോസൗ ദ്വാരദേശേ രുഷാന്വിത നാജഗാമ ശശി തത്ര ചുകോപാതി ബൃഹസ്പതി. ദ്വാരപാലകന്മാര് തടഞ്ഞു. ചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളെങ്ങാനും ഇങ്ങോട്ട് വന്നാൽ കടത്തിവിടണ്ട. അപ്പൊ കടത്തിവിട്ടില്ല. അപ്പൊ ദേഷ്യം വന്നു അദ്ദേഹത്തിന് അല്ലേ? എന്നാൽ ചന്ദ്രൻ ഗുരുവിനെ കാണാൻ അങ്ങോട്ട് ചെന്നു, അതും ഉണ്ടായില്ല.
ബൃഹസ്പതിക്ക് കൂടുതൽ ദേഷ്യമായി, കൂടുതൽ അദ്ദേഹം കുപിതനായി തീർന്നു എന്നും പറയുന്നു. അയം മേ ശിഷ്യതാം യാതോ ഗുരുപത്നി തു മാതരം ജഗ്രാഹ ബലതോ അധർമ്മി ശിക്ഷണീയോ മയാധുന. അയം മേ ശിഷ്യതാം, എൻ്റെ ശിഷ്യനായിരിക്കുന്ന ഇവൻ മാതൃതുല്യായ അമ്മയെപ്പോലെ ബഹുമാനിക്കേണ്ടുന്ന ഗുരുപത്നിയെ ജഗ്രാഹ ബലതോ അധർമ്മി, അധർമ്മിയായി ഇവൻ ബലമായി പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇവനെ എന്ത് ചെയ്യണം? അധർമ്മി ശിക്ഷണീയോ മയാധുന, അധർമ്മിയായി ഇവനെ ഉടനെ തന്നെ ശിക്ഷിച്ചേ മതിയാകൂ. ഉവാച വാചം കോപാത്തു ദ്വാരദേശസ്ഥിതോ ബഹി കിം ശേഷേ ഭവനെ മന്ദ പാപാചാര സുരാധമ. വാതിലിന്റെ പുറത്തേക്ക് അകത്തേക്ക് കടക്കാൻ പറ്റണില്ല, കാവക്കാർ വിടണില്ല. അപ്പൊ പുറത്തു നിന്നുകൊണ്ട് കോപത്തോടെ, കോപാത്തു ഉവാച, ഉറക്കെ ദേഷ്യത്തോടുകൂടി വിളിച്ചു പറഞ്ഞു, എടാ വിഡ്ഢി, പാപാചാര, പാപിഷ്ടനായിരിക്കുന്നവനെ, സുരാധമ, സുരന്മാരിൽ ദേവന്മാരിൽ അധമനായിരിക്കുന്നവനെ, കിം ശേഷേ ഭവനെ, നീ എന്താണ് വീട്ടിൽ തന്നെ ഇങ്ങനെ കിടക്കണത്? ദേഹിമേ കാമിനിം ശീഘ്രം നോ ചേച്ഛാപം ദദാമ്യഹം കരോമി ഭസ്മദാസാനൂനം ന ദദാസി പ്രിയാം മമ. എൻ്റെ പ്രിയെ, എൻ്റെ ഭാര്യയെ തിരിച്ചു തന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ തന്നോളൂ, വേഗം തന്നോളൂ, ശീഘ്രം. ദേഹി മേ കാമിനിയും, എൻ്റെ കാമിനിയെ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ തിരിച്ചു തന്നോളൂ, അല്ലെങ്കിൽ ഞാൻ ശപിക്കും. നോചേച്ഛാപം ദദാമ്യഹം കരോമി ഭസ്മസാന്നൂനം, നിന്നെ ഞാൻ ഭസ്മമാക്കി തീർക്കും, നീ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവളെ തന്നില്ലെങ്കിൽ. സൂതം പറയാണ്, ക്രൂരാണി ചൈവമാദീനി ഭാഷണാനി ബൃഹസ്പതേ ശ്രുത്വാ ദ്വിജപതി ശീഘ്രം നിർഗത സദനാദ്ബഹി. ദ്വിജപതിയാണ്, ബ്രാഹ്മണരുടെയും ഈശ്വരനാണ് ചന്ദ്രൻ. ഇപ്പൊ ബൃഹസ്പതിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോ, ക്രൂരവാക്കുകൾ കേട്ടപ്പോ, ക്രൂരാണി ചൈവമാദീനി ഭാഷണാനി കേട്ടപ്പോ, ശ്രുത്വാ ദ്വിജപതി, ആ ചന്ദ്രൻ കേട്ടിട്ട്, ശീഘ്രം നിർഗത സദനാദ്ബഹി, വളരെ പെട്ടെന്ന് തൻ്റെ ആ ഗൃഹത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. തമുവാച ഹസൻ സോമ കിമിദം ബഹുഭാഷസേ നതേ യോഗ്യാസിതാപാംഗി സർവലക്ഷണ സംയുത. സോമൻ ചിരിച്ചും കൊണ്ട് ആ ബൃഹസ്പതിയോട് പറഞ്ഞു, അങ്ങ് എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറയണത്? എല്ലാ ലക്ഷണങ്ങളും ചേർന്ന ഈ സുന്ദരി, നതേ യോഗ്യ, അങ്ങയ്ക്ക് ഒരിക്കലും യോജിച്ചവളല്ല. അസിതാപാംഗി സർവലക്ഷണ സംയുത, സർവലക്ഷണങ്ങളും ചേർന്ന ഈ സുന്ദരി അങ്ങയ്ക്ക് ചേർന്നവളേ അല്ല. കുരൂപാം ച സ്വസദൃശിം ഗൃഹാണാന്യാം സ്ത്രിയം ദ്വിജ ഭിക്ഷുകസ്യ ഗൃഹേ യോഗ്യ നേദൃശി വരവർണിനി. ഹേ ബ്രാഹ്മണ ദ്വിജ, അങ്ങയ്ക്ക് യോജിച്ച, അങ്ങയെപ്പോലെ തന്നെ കുരൂപാം, വിരൂപയായ മറ്റൊരു സ്ത്രീയെ സ്വീകരിച്ചോളൂ. വരവർണിനി, നേതൃശീ വരവർണിനി, ഇത്രത്തോളം സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി ഭിക്ഷക്കാരന്റെ ഗൃഹത്തിൽ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അങ്ങയ്ക്ക് ചേർന്നത് വിരൂപയായിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ സുന്ദരി ഒരിക്കലും അങ്ങയ്ക്ക് ചേർന്നവളല്ല. രതി സ്വസദൃശേ കാന്തേ നാര്യാ കില നിഗദ്യത്തെ. നാരിക്ക്, ഒരു സ്ത്രീക്ക് രതി തോന്നുന്നത് അവളെ പോലെ സ്വസദൃശനായ കാന്തനിലാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ത്വംന ജാനാസി മന്ദാത്മൻ, കാമശാസ്ത്ര വിനിർണയം, കാമശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്നത് എന്താണെന്ന് നിനക്ക് അറിയില്ലേ ബുദ്ധികെട്ടവനെ? ഗുരുവിനെയാണ് പറയണത്. നോക്കൂട്ടോ. യഥേഷ്ടം ഗച്ഛ ദുർബുദ്ധേ, നീ നിന്റെ ഇഷ്ടാനുസരിച്ച് പൊക്കോ. നാഹം ദാസ്യാമി കാമിനി, ഞാൻ ഈ പെൺകുട്ടിയെ നിന്റെ ഭാര്യയെ തിരിച്ചു തരില്ല. യക്ഷക്യം ഗുരു തൽക്കാമം നദേയ വരവർണിനി, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ചെയ്തോ. ഒരിക്കലും ഈ സുന്ദരിയെ ഞാൻ നിന്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കില്ല. കാമാർത്തസ്യ ച തേശാപോ നമാം ബാധിതുമർഹതി. കാമാർത്തനായ അങ്ങയുടെ ശാപം എന്നെ ബാധിക്കില്ല. നാഹം ദദേ ഗുരോകാന്താം, ഞാൻ ഒരിക്കലും ഗുരുവിന്റെ ഭാര്യയെ തിരിച്ചു തരില്ല. യഥേച്ഛസി തഥാ ഗുരു, നിനക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യ്, ഞാൻ നോക്കട്ടെ എന്ന്
പറയുന്നു ചന്ദ്രൻ. ആ 34-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.